ഹായ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ഇന്ന് നമുക്കൊരു വീഡിയോ പോഡ്കാസ്റ്റാണ്. വീഡിയോ പോഡ്കാസ്റ്റിൽ നമുക്ക് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ സുനിൽ മത്തായി ആണ്. അദ്ദേഹം ഒരു ഓപ്ഷൻ റൈറ്ററാണ്, ഓപ്ഷൻ ബയറാണ്, ഓപ്ഷൻ ട്രേഡറാണ്, കൂടാതെ തന്നെ കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു ട്രേഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ട്രേഡിങ് വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് നല്ലൊരു സമയമാണ്. എനിക്ക് തോന്നുന്നു നല്ല ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ നല്ല പ്രീമിയം ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ നല്ല പ്രോഫിറ്റബിളായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. 2023 വെച്ച് നോക്കുമ്പോൾ 2024 ട്രേഡിങ്ങിന് വളരെ നല്ല മാർക്കറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം നിഫ്റ്റി 25,250 ക്ലോസ് ചെയ്തു. അതെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യമായിട്ടല്ല, നമ്മുടെ സംഭാഷണം. ഈ നിഫ്റ്റി ഒരു 14,000 ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ രാകേഷ് സുഞ്ചൻവാല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിക്ക് ഒരു 20,000 പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്. ആ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ കൂടിയും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേണി നോക്കിക്കാണുന്നത്, മാർക്കറ്റിൻ്റെയും താങ്കളുടെ ഉൾപ്പെടെയും? ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ എനിക്ക് ആ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പേഴ്സണലി. പക്ഷേ നമ്മൾ എല്ലാവരും പറയുന്ന കേൾക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഈ പാർട്ടിസിപ്പേഷൻ, ഈ റാലി മിസ്സാകാനുള്ള പ്രധാന കാരണം എല്ലാവരും ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. ട്രേഡ് ചെയ്യുന്നു, പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ട്രേഡിങ് മാത്രം ഇരുന്നിട്ട് മറന്നു. ഇപ്പോൾ ആൾക്കാർ പറയും, ടാറ്റ മോട്ടോഴ്സ് ഞാൻ പണ്ട് 200 രൂപയ്ക്ക് കണ്ടതാണ്, ഫെഡറൽ ബാങ്ക് ഞാൻ പണ്ട് 40 രൂപയ്ക്ക് കണ്ടതാണെന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് ആ സ്റ്റോക്കുകൾ എവിടെ നിൽക്കുന്നു, അതിൽ നമുക്ക് എന്ത് കിട്ടിയെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയും, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. പാരലി മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ. ഇപ്പോൾ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ സമയമില്ലേ, നിങ്ങൾ ട്രേഡിങ്ങിലാണോ ഫോക്കസ് ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ടിൽ കൃത്യമായിട്ട് ചെയ്യും. 30% മിക്ക മ്യൂച്വൽ ഫണ്ടും റിട്ടേൺ നൽകിയ 2 വർഷത്തേക്ക് നമ്മൾ കടന്നു പോയത്. അതായത് SIP ചെയ്യുക എന്നുള്ളത് നമ്മളൊരു സ്വഭാവശീലമായിട്ട് ഉത്തരവാദിത്തമാണ്. വേറൊരു ഇപ്പം നമ്മുടെ ഒരു 2 ജനറേഷൻ മുമ്പ്, ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറൊക്കെ നട്ട തേക്കും പ്ലാവൊക്കെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചക്കയൊക്കെ എടുക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ ഫാമിലിക്കാണ് കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, നിഫ്റ്റി വീണ്ടും ഒരു 15,000 എത്തട്ടെ, അല്ലെങ്കിൽ വീണ്ടും ഒരു 20,000 എത്തട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു റാലി മിസ്സായി പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത്? ഇപ്പോൾ ഇങ്ങനെ പറയും, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 കൊല്ലം മുമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം കഴിഞ്ഞ വർഷമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇന്നാണ്. ഇപ്പോൾ കറക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് കാര്യമില്ല. നിങ്ങൾ SIP മോഡലിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്യണോ, ബാക്കി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. വീണ്ടും കറക്റ്റ് ചെയ്യണോ, ഇൻവെസ്റ്റ് ചെയ്യാം. നിഫ്റ്റിയെ പോലുള്ള അല്ലെങ്കിൽ ഇത്രയും ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇപ്പോൾ നിഫ്റ്റിയിൽ മാത്രം, ഇപ്പോൾ നിഫ്റ്റി 500 ആയാലും മതി, നിഫ്റ്റി തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ബീസ് തന്നെ വേണമെന്നൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ട് ആവാം, 500-ലാവാം. ഈ റാലിയിൽ ഇന്ത്യയുടെ വളർച്ചയിൽ നമ്മളും ഭാഗവാക്കാകുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. കൂടാതെ ഈ സുനിലൊക്കെ എനിക്ക് തോന്നുന്നു ട്രേഡിങ് തുടങ്ങിയത് 2013 ആ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്ത് സുനിൽ ഫേസ് ചെയ്ത ഒരു പ്രധാന പ്രശ്നം, നല്ലൊരു ക്വാളിറ്റിയുള്ള കണ്ടൻറ് ഇല്ലായിരുന്നു നമുക്ക് റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ ഒരു കണ്ടൻറ്റ് തന്നെ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടൻറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളതാണോ അത് ഇല്ലാത്തതാണോ എന്ന് പുതിയ ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. അപ്പോൾ ആ ഒരു സമയത്ത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ആ ഒരു പാട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ ആളുകളും കമൻറ്റിന് വേണ്ടിയിട്ടും ലൈക്കിന് വേണ്ടിയിട്ടും അതിൻ്റെ മോണിറ്റൈസേഷൻ പാർട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പുതിയ ആളുകൾക്കുള്ളൊരു വെല്ലുവിളി. എവിടെ തുടങ്ങണം, എവിടെ പഠിക്കണം എന്നുള്ളൊരു. ഇപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ട്രേഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുക്സാണ് മലയാളത്തിലുണ്ടായിരുന്ന കുറച്ച് ബുക്സാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നതൊക്കെ ചെന്നൈയിലൊക്കെ പോയും കോയമ്പത്തൂരൊക്കെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ജിയോജിത്തിൻ്റെ സീനിയർ റിസർച്ച് അദ്ദേഹം എഴുതിയൊരു ബുക്കൊക്കെ മലയാളത്തിൽ അവൈലബിൾ ആയിരുന്നു, ഓപ്ഷൻസിൻ്റെയൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഫുൾ മലയാളമാകുമ്പോൾ വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവാത്ത ടൈപ്പ് ഓഫ് ഇതായിരുന്നു. പക്ഷേ നമ്മളതൊക്കെയാണ് വായിച്ച് പഠിച്ചിരിക്കുന്നത്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടൻസ് ചവറ് പോലെ കണ്ടൻസ് ആയിരുന്നു. നമ്മളുൾപ്പെടെ ചവറ് പോലെ കണ്ടൻസുകൾ ഇടുന്നുണ്ട്, വ്യൂവേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ചാനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിലെ ഏറ്റവും ആളുകൾ കണ്ടിരിക്കുന്ന വീഡിയോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ
അത് വല്ല ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും, സ്ട്രാറ്റജി വീഡിയോസ് ആയിരിക്കും, സൈക്കോളജിയോ അല്ലെങ്കിൽ മാർക്കറ്റ് സൈക്കിളിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് ഇൻഡെപ്ത് പറയുന്ന കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ആളില്ല. അത് കാണാൻ ആളില്ലാതെ ആയി കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണ്, ചെയ്യുന്ന ആൾക്ക് ചെയ്യണമെന്ന് തോന്നില്ല. അപ്പോൾ നല്ല കണ്ടൻസ് എങ്ങനെ വരിക? ഞാൻ അങ്ങനെ ചില ഹിന്ദി യൂട്യൂബ് ചാനൽസൊക്കെ നോക്കുമ്പോൾ ഞാൻ അവരുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കും, ആദ്യം ഇട്ട വീഡിയോസ്. അപ്പോൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരാൾ എങ്ങനെയെങ്കിലും ചാനൽ ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ല കണ്ടൻറ്റൊക്കെ ആദ്യമേ ഇടും. അപ്പോൾ ഞാൻ പോയിട്ട് അവരുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല കണ്ടൻസ് കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതും പ്രൊമോഷൻസോ അല്ലെങ്കിൽ നല്ല നോളജായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണം എന്നൊന്നും ആർക്കും ഇല്ല. റീച്ച് കിട്ടുക, യൂട്യൂബിൽ കുറേ വ്യൂ കിട്ടുക, അതൊക്കെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പുതിയ യൂട്യൂബേഴ്സും ഒരു വ്യത്യാസമൊന്നുമില്ല, ആ രീതിയിൽ തന്നെയൊക്കെയാണ് പുതിയ യൂട്യൂബേഴ്സും പോകുന്നത്. പുതിയൊരാൾക്ക് ഇതിൽ നിന്ന് നെല്ലും പതിരും തിരിച്ചറിയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എക്സ്ട്രാ ഓർഡിനറി വാവ് ഫാക്ടർ തരുന്ന വീഡിയോസിൻ്റെ പിന്നാലെ പോവാതിരിക്കുക, വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. നോർമലായിട്ടുള്ള നമുക്ക് കോമൺ സെൻസ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോജിക്സ് മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ബുക്സും റെഫർ ചെയ്യാം തീർച്ചയായിട്ടും. കാരണം ബുക്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ, ഇപ്പം യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് ബുക്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ എന്നാലും നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു നോളജോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനൊന്നും ഒരിക്കലും ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഓഡിയോ ബുക്ക് കേട്ടാൽ പോലും എനിക്ക് ഫീൽ ചെയ്യാറില്ല. ബുക്സ് വായിക്കുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ്. അതെ, നമ്മളെ ഭാവനയും അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അവരുടെ വീട്ടിലെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാം. എന്നാൽ താരതമ്യേന സ്ത്രീകൾ കുറഞ്ഞ അളവിലേക്കാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ സുനിലിൻ്റെ വൈഫിനൊരു ചാനലുണ്ട്, ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലിടാം. അപ്പോൾ എങ്കിലും ഈ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പൊതുവെ കുറവ് പോലെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ആ ട്രേഡിങ്ങിൻ്റെ പ്രോബ്ലം അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇന്ത്യൻ കൾച്ചറിൽ ഫിനാൻസ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് പുരുഷന്മാരാണ്. പക്ഷെ നമ്മൾ യൂറോപ്പിലോട്ടൊക്കെ പോകുമ്പോൾ ഫിനാൻസ് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല, ഒരു ഫാമിലിയാണ് അവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വുമൻസ് കൂടുതലും ഫിനാൻസിന് ഹസ്ബൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷെ അത് ഇപ്പോൾ കേരളത്തിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മാറി വന്നു. നല്ല കണ്ടൻസ് ഇപ്പോൾ നമ്മുടെ ഫിൻടോക്സ് എന്ന് പറയുന്ന സിൽബിയുടെ ചാനലാണെങ്കിൽ പോലും അതിൻ്റെ അകത്തൊക്കെ നല്ല നല്ല കണ്ടൻസാണ് ചെയ്യുന്നത്. സിൽബിയുടെ കണ്ടൻസ് നമ്മൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കും, നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നതാണ്. വേറെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വുമൻസ് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയിലോട്ട് വന്നാൽ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പോൾ SIP ഒക്കെ ചെയ്യുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. നമ്മളൊക്കെ വിളിക്കാറുണ്ട്, അവർ SIP ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പുരുഷനോ വുമണോ ഒന്നുമില്ല, ഇൻകം ആര് ജനറേറ്റ് ചെയ്യുന്നോ അവനത് മാനേജ് ചെയ്യണം എന്ന രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അപ്പം അങ്ങനെ നമ്മുടെ കേരളം ഗ്രോ ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ വുമൺസ് ജോലി നേടി ആ ഒരു ഈക്വാലിറ്റിയിലോട്ട് വരികയാണെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിലും അവരുടെ സാന്നിധ്യം നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. അതെ, അവർക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖല തന്നെയാണ് ട്രേഡിങ്. പുരുഷന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇത് വലിയ മാത്തമാറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ അതിബുദ്ധിമാന്മാർ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു മേഖലയാണ് ട്രേഡിംഗ് എന്നുള്ള രീതിയിലൊരു ചിന്താഗതി ഉണ്ട്. ഇത് എനിക്ക് പറ്റുമോ എന്നുള്ളൊരു തുടങ്ങാനായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എല്ലാ ആളുകൾക്കും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ടും. ഞാൻ പറയുന്നത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ പുരുഷന്മാരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എടുത്തുചാട്ടമാണല്ലോ. നമ്മളൊരു ഗ്രോയിൽ ട്രേഡ് ചെയ്യണം, ഓക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു. സ്ത്രീകൾ അങ്ങനെയല്ല, അവരെല്ലാ കാര്യം ഒന്ന് വാച്ച് ചെയ്ത് ഒക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. പക്ഷേ ട്രേഡിങ്ങിൽ ആ സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പം നമ്മുടെ കോഴ്സൊക്കെ എടുത്ത ആളുകളിൽ സ്ത്രീകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി ഇതിന് മാനേജ് ചെയ്യുന്നുണ്ട്. അത് വീട്ടിലും ഈ ക്യാഷ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഒരു പരിധിവരെ പുരുഷാണെങ്കിലും കൂടി ഇത് മാനേജ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രേഡിങ്ങിലും അവർ ആ ഒരു ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ മണി ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ വളരെ ഫാർ ബെറ്റർ ആയിട്ട് സിൽവി മണി ഹാൻഡിൽ ചെയ്യും, ബഡ്ജറ്റിങ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് പറയാറ്, ഇപ്പം എന്നെയൊക്കെ നന്നായിട്ട് എപ്പോഴും ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് നിനക്കാണ്, നീ ഇന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലാണ് ഫോക്കസ് ചെയ്ത് പോകുന്ന സിൽവി. അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ല, കമ്പ്യൂട്ടർ തോറ്റു, അങ്ങനത്തെ എക്സിറ്റ്സ് അവർ ചെയ്യും. ലോസ് ഒരു ദിവസം 2000 ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷൻ, ഒരു ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരും, ഒരു 500 രൂപയുടെയും വെയിറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? ലേഡീസിനും ഇല്ല. 2000 എന്ന് പറഞ്ഞാൽ 2000 ആണ്, മുന്നും പിന്നുമില്ല, കട്ട് പുറത്താണ്. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് സക്സസ് റേറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻ കൺട്രോള് അത് ട്രേഡിങ്ങിൽ എത്രമാത്രമാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടിയും ഇതിൻ്റെ വാക്കുകളിലൂടെ ആ ഒരു ഇമോഷൻ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറയും, ഇപ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്യുമെന്ന് പറയും. അത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഇമോഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മളും ഇപ്പോഴും ഇത്ര നാളായിട്ടും നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്ക് ട്രേഡിങ് വരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ കമ്പ്യൂട്ടർ ആവണം. ഓക്കെ, കമ്പ്യൂട്ടർ ട്രേഡ് ചെയ്യുന്ന പോലെ ഒരു ഇമോഷനും ഇല്ലാതെ ട്രേഡാണ്. ഇത് നമ്മളെ കൊണ്ട് നടക്കില്ല. നമ്മൾക്ക് എല്ലാ ദിവസവും കിട്ടുന്ന പ്രോഫിറ്റ് പൈസ മണിയാണ് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് നഷ്ടപ്പെടുന്നത് മണിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു. അത് നമുക്ക് ഒരു നമ്പറാണെന്നും അത് ഗെയിം കളിച്ചാൽ കിട്ടുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇന്ന് എനിക്ക് 10,000 പോയോ, ഓക്കെ ഇന്ന് 10,000 പോയിൻ്റ് കുറഞ്ഞു, ഇന്ന് എനിക്ക് 20,000 കിട്ടി, എനിക്ക് 20,000 പോയിൻ്റ് കിട്ടി. ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ അതിനെ വെറും പോയിൻ്റായിട്ട് മാത്രം വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഇമോഷൻസിനെ കുറേ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, 1 ലക്ഷം ലോസ് വന്നൊരു ദിവസം നമ്മൾ ആലോചിക്കും, ദൈവം എനിക്ക് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ആലോചിച്ചാൽ തീർന്നു. അവിടെ നമ്മൾ ട്രേഡർ എന്ന് പറയുന്ന ലൈഫേ അവിടെ അവസാനിച്ചു. പിന്നെ അവൻ അങ്ങനെ ട്രേഡ് ചെയ്യും. അതെ. അപ്പോൾ നമ്മൾ ഇമോഷൻ കൺട്രോള് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് യോഗ പോലെയുള്ള മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ്. നമ്മൾ മെഡിറ്റേഷൻ, ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം സദ്ഗുരുവിൻ്റെ ഇഷക്രിയ എന്ന് പറഞ്ഞിട്ടൊരു 12 മിനിറ്റുള്ളൊരു മെഡിറ്റേഷൻ ഉണ്ട്. നമ്മൾ റെഗുലർലി അത് ചെയ്യുന്നതാണ്, ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇഷക്രിയ എന്ന് പറഞ്ഞിട്ട്. അത് റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചെങ്കിലും ഇമോഷൻസിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും. മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ ടൈപ്പ് ആൾക്കാരില്ലേ, ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യുന്നു, മറ്റു പരിപാടിയുടെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യുന്നു. ഇതൊക്കെ ഒഴിവാക്കാം. നമ്മൾ വേറെ പരിപാടിക്കാണ് പോകുന്നതെങ്കിൽ ആ പരിപാടി വൃത്തിക്ക് ചെയ്യുക. ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് ട്രേഡിങ് മര്യാദയ്ക്ക് ചെയ്യുക. 2 വള്ളത്തിൽ കാല് ചവിട്ടി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ ബ്രേക്ക് ചെയ്യും. അവിടെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരാഴ്ച മൊത്തം ഞാൻ നന്നായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ദിവസം ഞാൻ കുറച്ച് തിരക്കാണ്, ഞാൻ കാറിലിരുന്ന് ട്രേഡ് ചെയ്തു എന്ന് വിചാരിക്കും, അന്ന് എനിക്ക് ലോസ് വന്നു. ആ ഒരു വിന്നിങ് സ്ട്രീക്ക് നമുക്കവിടെ നഷ്ടപ്പെടും. ട്രേഡിങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നത് വിന്നിങ് സ്ട്രീക്കിന്, അതായത് കണ്ടിന്യൂസ് പ്രോഫിറ്റ് കിട്ടുന്ന ദിവസങ്ങൾ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിന്നിങ് സ്ട്രീക്കിൽ ബ്രേക്ക് എടുക്കാതെ വിന്നിങ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യുക. ആ സമയത്ത് ഇമോഷൻ ബ്രേക്ക് ഡൗൺ വളരെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വിന്നിങ് സ്ട്രീക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു സൈക്കോളജി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ലോസ് വരുമ്പോൾ ട്രേഡ് ചെയ്യുന്നതും വിന്നിങ് സ്ട്രീക്കിൽ ട്രേഡ് ചെയ്യുന്നതും 2 രീതിയിലാണ്. വിന്നിങ് സ്ട്രീക്ക് ആണെങ്കിൽ നമുക്ക് ട്രേഡ് വേണ്ട, ട്രേഡ് കിട്ടിയാലേ നമ്മൾ ചെയ്യും. മാർക്കറ്റിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നോക്കിയിരിക്കും. കാരണം നമ്മൾ കംഫർട്ടബിൾ ആണ്, നമ്മൾ പ്രോഫിറ്റിലാണല്ലോ, നമ്മൾ കംഫർട്ടബിൾ ആണ്, നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ അമ്മ ചായ ഉണ്ടോയെന്ന് പറഞ്ഞാൽ ആ അമ്മ ചായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ചായ കുടിക്കും, വളരെ സന്തോഷിച്ചിരിക്കും. ഓഫീസിലെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ നമ്മൾ നന്നായിട്ട് സംസാരിക്കും. ഇതൊക്കെ ആ ഒരു. പക്ഷെ ഒരു ലൂസിങ് സ്ട്രീക്കിലോട്ട് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ട്രേഡ് വേണം. ട്രേഡിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അവിടെ ട്രേഡ് ഉണ്ടോ, ബാങ്ക് നിഫ്റ്റി എടുക്കുന്നു, ഫിൻ നിഫ്റ്റി എടുക്കും, എവിടെയാണ് ട്രേഡ് കിട്ടുക എന്ന് നമ്മൾ ട്രേഡിനെയാണ് അന്വേഷിച്ച് പോവുക. പക്ഷെ വിന്നിങ് സ്ട്രീക്കിൽ നേരെ തിരിച്ചാണ്. ട്രേഡ് നമ്മുടെ കണ്ണിലോട്ട് വരും. സുനിൽ ഏതേ ഒരു ട്രേഡ് ഉണ്ട്, എടുത്തോ, മാർക്കറ്റ് ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പോൾ വിന്നിങ് സ്ട്രീക്കിനെ കീപ്പ് ചെയ്യുക, ലൂസിങ് സ്ട്രീക്കിനെ കട്ട് ചെയ്യുക. ഇതാണ് ട്രേഡർ ചെയ്യേണ്ടത്. അപ്പോൾ ലോസ് വരുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിന്നിങ് സ്ട്രീക്കാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചാൽ പകുതി പരിപാടി എളുപ്പമായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതെനിക്കൊരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ബിഗ് ലൂസർ ക്യാൻ വിൻ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അപ്പോൾ പുള്ളിയുടെ പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. ആ ഒരു ഐഡിയ അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രശ്നം, റൂട്ട് കോസ് തുടങ്ങുന്നത് ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കുറവാണ്, അല്ലെങ്കിൽ നില്ലാണെന്ന് നമ്മൾ പറയാം. നമ്മൾ സ്കൂൾ തലത്തിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയെ കുറിച്ച് യാതൊന്നും നമ്മൾ പഠിക്കുന്നില്ല.
അതൊരു വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഫസ്റ്റ് ജോഷ് ടോക്കിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, കേരളം ഫിനാൻഷ്യൽ അന്ധവിശ്വാസങ്ങളുടെ നാടാണെന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MLM സ്കാം നടക്കുന്നത് കേരളത്തിലാണ്. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി സ്കാമുകൾ, ഈ മീൻ കോയിൻ സ്കാമുകൾ നടക്കുന്നത് കേരളത്തിലാണ്. അതിൽ പെടുന്നതും ഈവൻ ഡോക്ടർ പോലെയുള്ള എഡ്യൂക്കേറ്റഡ് ആളുകൾ, ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ് പെടുന്നത്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, അതിനെ മാനേജ് ചെയ്യാനും പഠിക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന മാതിരി തന്നെ വെൽത്ത് ഓൾവേസ് എ വെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെൽത്തിനെ മാനേജ് ചെയ്യാൻ ഒരു കുട്ടീനെ നടക്കാൻ പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കുട്ടീനെ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണം. അല്ലാതെ ജോലി മേടിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ ജോലി മേടിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പൈസ അവനെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ സ്കൂളിൽ മാത്സ് പഠിപ്പിക്കുന്ന പോലെ, ഫിസിക്സ് പഠിപ്പിക്കുന്ന പോലെ, ബയോളജി പഠിപ്പിക്കുന്ന പോലെ ഫിനാൻസിൻ്റെ ടോപ്പിക്സും തീർച്ചയായിട്ടും പഠിപ്പിച്ചേ പറ്റുള്ളൂ. അത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്കാമിന് അവർ ഇരയാവില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള സ്കാമുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ കേരളത്തിലുണ്ട്. അത് കാണാനും ആളുണ്ട്, നല്ല വ്യൂ ഉണ്ട്. അതായത് സ്കാമുകൾ മാത്രമാണ് ആ വീഡിയോസ് ചെയ്യുന്നത്. MLM സ്കാം, ബിറ്റ് കോയിൻ സ്കാംസ് മാത്രം ചെയ്യുന്ന ചില യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപാര വ്യൂ ആണ് അവർ. അവർ ഇത് കഴിയുമ്പോൾ അടുത്ത സ്കാമുമായിട്ട് വരും. ഇതായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആളുകളുടെ ഈ ഒരു സ്പെൻഡിങ് നേച്ചർ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഐഫോൺ എന്ന് പറയുന്നത് ഒരു ലക്ഷറി കാര്യമല്ല, പക്ഷെ അത് വാങ്ങേണ്ടവനുണ്ട്, വാങ്ങേണ്ട അല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ അതും ഈ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആളുകളുടെ മൊത്തത്തിലുള്ള ഒരു കൾച്ചർ ഈ കൊറോണയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ജോലിയുടെ കൂടെ, ജോലി സേഫ് അല്ല എന്നും അല്ലെങ്കിൽ ലൈഫിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് കരുതിയിട്ടാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രചരിക്കുന്ന ന്യൂസുകൾ എന്താണ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ പോകുന്ന സ്ക്രീൻഷോട്ടുകൾ എന്താണ്, 1 കോടി 2 കോടി ഡെയിലി 5 ലക്ഷം 6 ലക്ഷം രൂപയുടെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഇടുന്ന ചില ഇൻസ്റ്റഗ്രാം പേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കണ്ണിലെ ട്രേഡിങ്. യെസ്. അപ്പോൾ ആക്ച്വൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇതല്ല എന്ന് കാണുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജോലിയുടെ ഇടയ്ക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ടിപ്പ് എടുത്ത് ട്രേഡ് ചെയ്ത് 2 ദിവസം ഒരു 50,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നിരിക്കും. മാർക്കറ്റ് എന്താണെന്നറിയില്ല, ആരോ എന്തോ പറഞ്ഞു കൊടുത്തു, ബൈ ചെയ്യുന്നു, 2 ദിവസം 50,000 വെച്ച് ബുക്ക് ചെയ്തു. അവന് സാലറി 25,000 രൂപ ഉള്ളൂ എന്ന് കരുത്, അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഇത് മതി ഇനി ലൈഫിൽ ജീവിക്കാൻ, ഞാൻ അടുത്ത 1 മാസത്തിനുള്ളിൽ കോടീശ്വരനാകും എന്നായിരിക്കും അവൻ വിചാരിക്കുന്നല്ലോ. അപ്പോൾ അവൻ ട്രേഡിങ്ങിൽ എന്ത് ഡിസിപ്ലിൻ കാണിക്കാനാണ്? ഇത് നമ്മൾ എപ്പോഴും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ബാങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമുക്ക് കിട്ടുന്നത് ഒരു മാക്സിമം 7%. അതിൽ കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ബാങ്ക് മാനേജറുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാറില്ല. ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ബാർഗെയിൻ തുടങ്ങുന്നത്. 7% അല്ല, നമുക്ക് മന്ത്ലി ഇപ്പോൾ ഇയർലി ആണ് 7%, ഇയർലി ഒരു 40% പോലും കുറവാണെന്നുള്ളതാണ് ആളുകളുടെ പെർസ്പെക്റ്റീവ്. ഇപ്പോൾ നമ്മുടെ ആൽഗോയിൽ നമ്മളൊരു റീറ്റെയിൽ ക്ലയൻറ്റിന് ഒരു പാസീവായിട്ടൊരു 20% കിട്ടുക എന്നുള്ളൊരു, അത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പ്ലെഡ്ജ് ചെയ്ത് എക്സ്ട്രാ ഒരു 20 കിട്ടുക. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് അതിനുണ്ട്, എക്സ്ട്രാ ഒരു 20 കിട്ടുക എന്നുള്ളതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, സുനിലെ ഇത്രയേ ഉള്ളൂ, ഇതെന്താ അത്, അപ്പുറത്ത് ഇത്രയുണ്ടല്ലോ. നിങ്ങൾ കൂടുതൽ റിട്ടേൺ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും. റിസ്ക് കുറവാണോ റിട്ടേണും കുറവാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് റിസ്ക് എടുക്കണമെന്ന് കരുതിയിട്ട് ആരും 5 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ചാടാറില്ല. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. 70 വയസ്സായ ആൾ എടുക്കേണ്ട റിസ്ക് അല്ലല്ലോ 25 വയസ്സിൽ എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നൊരു ബേസിക് അറിവ് പോലും നമ്മുടെ സാധാരണക്കാർക്ക് ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട്. അതെ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രേഡേഴ്സ് ഇപ്പോൾ ഒരു റൂമിൽ ഒതുങ്ങിക്കൂടി ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു സോഷ്യൽ ലൈഫ് അവർക്ക് മിസ്സായി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ട്രേഡേഴ്സിൻ്റെയൊക്കെ ഹെൽത്തും പ്രോബ്ലമാണ്. ആരും അങ്ങ് എക്സസൈസ് ചെയ്യുന്നില്ല. എനിക്കറിയാവുന്ന കുറച്ച് ട്രേഡേഴ്സ് ഉണ്ട്, അവരൊക്കെ ഈ സ്ക്രീനിന് മുന്നിൽ മാർക്കറ്റിൻ്റെ ടൈം കഴിഞ്ഞിട്ട് പോലും അനാലിസിസിന് വേണ്ടി ഓവർനൈറ്റ് ഇരിക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ അഡ്വൈസ് കൊടുക്കാൻ സാധിക്കുക? ഞാൻ ആദ്യം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാ ദിവസവും ചില്ല് ചെയ്യുന്നു,
നമുക്ക് ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു. ആസ് എ ട്രേഡർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല. സിസ്റ്റത്തിന് ഫ്രണ്ടിലിരിക്കുന്നു, ആരും കാണുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പിന്നെയും കാണുന്നുണ്ട്. ഒരു സിറ്റിയിലൊക്കെയാണ് ഈ ഇങ്ങനെ ഒരു ട്രേഡർ ഇരിക്കുന്നതെങ്കിൽ അവൻ ആരെ കാണാനാണ്, ആരും പുറത്ത് കാണുന്നില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും വേറൊരു ആക്ടിവിറ്റി ഞാൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി വേണം. അറ്റ്ലീസ്റ്റ് ഒരു ജിമ്മിൽ പോവുക, ഒരു യോഗയ്ക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അവൻ ഉണ്ടായിരിക്കണം പാരലായിട്ട്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പ്ലസ് നല്ല ഫുഡ്, നല്ല ഹെൽത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ട്രേഡിങ് ഒരു പ്രൈമറി കാര്യമായിട്ട് വെക്കണ്ട, ഇതൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം. പക്ഷേ ലൈഫ് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത്. എൻ്റെ ട്രേഡിംഗ് മെത്തേഡിൽ ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ പരിപാടി വരും. ഉച്ച കഴിഞ്ഞ് ഞാൻ ട്രേഡ് ചെയ്യാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാറേ ഇല്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കരമായിട്ട് നമ്മളത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം ജിമ്മിൽ പോവുക, ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ? നല്ല രീതിയിൽ ജീവിക്കാനാണ്. ചില ട്രേഡേഴ്സിൽ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കില്ല, ഇരുന്ന് ട്രേഡ് ചെയ്യും. എന്തിനാ ട്രേഡ് ചെയ്യുന്നത്? 3:30 അവർ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാ ട്രേഡ് ചെയ്യുന്നത്? നന്നായിട്ട് ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഫുഡ് കഴിക്കാതെ അത്രയും സമയം കൂടി ട്രേഡ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, കൂടെ ട്രേഡിങ്ങും ചെയ്യുക. അത് മാത്രമല്ല, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മാർക്കറ്റ് നമ്മൾ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് മാർക്കറ്റ് അവിടെ ഉണ്ട്, ഇനിയും അവിടെ ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ പേഴ്സണലി ബിസിയാണോ, ട്രേഡ് ഇല്ല, നിർത്തി വെക്കാം, മാറിയേക്കാം. കൂടെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്കാം ആയിട്ടുള്ള ആപ്പുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരുപാട് ആളുകൾ പെടുന്നുമുണ്ട്. IPO ഒക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. IPO ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അതൊരു ആപ്പ് പോലെ നമുക്ക് തോന്നും, നമുക്ക് ഫണ്ട് ഇടാൻ പറ്റും, പക്ഷെ പിൻവലിക്കാൻ പറ്റില്ല. പ്രൊപ്രൈറ്ററി അങ്ങനെ പറഞ്ഞിട്ട് എന്തൊരു സ്കാം വീഡിയോസ് ഞാൻ ഇപ്പോൾ ഒത്തിരി കേസുകൾ, ന്യൂസുകൾ വരുന്നുണ്ട്. നമുക്ക് വിഷ്വലി കാണാൻ പറ്റും ഇത്ര റിട്ടേൺ ഉണ്ട്, നമുക്ക് വിഷ്വലി നമുക്കത് കണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് നമുക്ക് വിഡ്രോ ചെയ്യുമ്പോൾ അത് GST അടിക്കാം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വിഡ്രോവബിൾ അല്ല, അത് വിഷ്വലി മാത്രം കാണുന്നൊരു ഫിഗർ മാത്രം. അപ്പോൾ ആളുകൾ ഈ ഇത്തരത്തിൽ ഈ സ്കാമിൽ പെടാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത്? ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ, ഞാനും പറഞ്ഞു, സിയാദും നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാങ്ക് 7% തരുന്നുള്ളൂ. പിന്നെ എത്ര നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാലോചിക്കാം. ഈ FIS-നൊക്കെ വേണ്ടി ട്രേഡ് ചെയ്യാനിരിക്കുന്നത് IIT IIM പാസ് ഔട്ടായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. അവരോടാണല്ലോ നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര സാധിക്കും? നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെങ്കിൽ ഒരു വർഷം ഒരു 50% സാധിച്ചു എന്ന് കരുതട്ടെ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ട്രേഡറായിട്ടുള്ള ജിം സൈമൺ ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്ന ആവറേജ് റിട്ടേൺ 40 to 45% മാത്രമാണ്. ഈവൻ റിലയൻസ് മാത്രമാണ് ഒരു വർഷത്തെ റിട്ടേൺ. നമ്മളൊരു കമ്പനിയാണെന്ന് വിചാരിച്ചാൽ മതി. ഇത്രയും വലിയ കമ്പനി ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അവർ ആനുവലി ഉണ്ടാക്കുന്ന റിട്ടേൺ ഇത്രയാണ്. അതിൽ കൂടുതൽ അത് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇല്ല. പിന്നെ 6 മാസം കൊണ്ട് BMW വാങ്ങണം എന്ന് തീരുമാനിക്കുന്നവന് ഇതൊന്നും പോരാ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, 5000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാളുടെ കയ്യിൽ 5 ലക്ഷം വെച്ചിട്ട് കഴിഞ്ഞാൽ അവൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. 5000 രൂപ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവനെ 5 ലക്ഷം കൊണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കും, 5 കോടി കൊണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കും. ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്മോൾ എമൗണ്ട് പ്രാക്ടീസ് ചെയ്യുക, ഇതിൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. സ്കില്ല് ഡെവലപ്പായി വരുന്നൊരു സമയത്ത് അവൻ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് SIP ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുക. ഒരു സ്കില്ല് ഡെവലപ്പ് ആവാൻ ചിലപ്പോൾ ഒരു കൊല്ലം എടുത്തേക്കാം. ആ ഒരു കൊല്ലം കഴിഞ്ഞ് സ്കില്ലായി കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാകണം. അപ്പോൾ ആ ക്യാപിറ്റൽ എടുത്ത് അവൻ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, കയ്യിലുള്ള ക്യാപിറ്റൽ കൊണ്ട് സ്കില്ലില്ലാത്തവൻ ട്രേഡ് ചെയ്ത് ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തി സ്കില്ല് ഡെവലപ്പായി വരുമ്പോഴേക്കും അവന് കുറേ കടമായിട്ടുണ്ടാവും. അവന് ട്രേഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലോട്ടൊക്കെ ഇത് മറ്റേത് മേഖല പോലെ ട്രേഡിങ്ങും ഒരു നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് മാസങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറച്ച് അളവിൽ നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങണം അല്ലേ? അപ്പോൾ അതിലേക്ക് ഞാൻ ചോദിക്കാം, ഇപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് ഇതൊരു വേർഡ് മാത്രമായിട്ട് നിലനിൽക്കുകയാണ്, ആരും അപ്ലൈ ചെയ്യുന്നില്ല എപ്പോഴും. അപ്പോൾ എന്താണ് ആക്ച്വലി ട്രേഡ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സുനിലിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു സ്വിംഗ് ട്രേഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താൻ സമയം തരും മാർക്കറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ലോങ് ടൈമിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളൊരു ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിലോട്ട് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബൈ പേഴ്സ്പെക്റ്റീവിലോട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും.
എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ലോസ് വലുതാണ്. ഒരു ഇക്വിറ്റി ഇൻട്രാഡേ ചെയ്യാണ്. അവിടെ നമ്മൾ 1 ക്വാണ്ടിറ്റിയിലോ 2 ക്വാണ്ടിറ്റിയിലോ ചെയ്ത് പഠിക്കുകയാണ്. അവിടെ വരുന്ന ലോസ് നമുക്ക് മാനേജബിളാണ്. മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് തിരുത്തി പഠിക്കാൻ പറ്റും. പക്ഷെ ഓപ്ഷൻസിൽ നിങ്ങൾ ഇൻട്രാഡേ ചെയ്ത് പഠിക്കുന്നു എന്ന് വിചാരിക്കും, സെല്ലാകാം ബൈ ആവാം. ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓരോ ട്രേഡിലും ഉണ്ടാകുന്ന ലോസ് 1000, 2000, 3000 ഒക്കെയാണ്. അപ്പം നമുക്ക് ഒരു 10 പ്രാവശ്യം ലോസ് വരുത്തി കഴിഞ്ഞാൽ തന്നെ 30,000 ലോസ് വന്നു. പിന്നെ എങ്ങനെയാവും പഠിക്കാം? അപ്പം ഞാൻ പറയാം, ഒരു ക്വാണ്ടിറ്റിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു 500 രൂപ 1000 രൂപ വെച്ച് പ്രാക്ടീസ് ചെയ്യുക, സ്കില്ലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് പറ്റും. ഇല്ലേ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിലോട്ടൊക്കെ മാറുക, അല്ലെങ്കിൽ പൊസിഷണൽ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിലോട്ടൊക്കെ സൈക്കോളജി വലിയ കാര്യമായിട്ട് ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ട്രേഡിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആദ്യമേ എന്തൊക്കെ ഉണ്ടെന്ന് പഠിക്കുക, ഇതിനെങ്ങനെയൊക്കെ എവിടെയൊക്കെ ഇമോഷൻസ് അപ്ലൈ ആകും, ഓരോന്നിലും എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് പറ്റിയ പരിപാടി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഇതായിരിക്കും നല്ലൊരു മെത്തേഡ്. ഇപ്പോൾ 90% ട്രേഡേഴ്സ് ഇവിടെ ഫെയിലിയർ ആവുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരാനായിട്ട് ഈ ഒരു ഡേറ്റാസ് അവരെ ഭയപ്പെടുത്തുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിപ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ ട്രേഡിംഗ് ആരോഗ്യത്തിന് ഹാനികരം അല്ലെങ്കിൽ ജീവിതത്തിന് ഹാനികരം എന്ന് ബോർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ സെബി ട്രേഡിംഗ് നടത്തുന്നത് ആണല്ലോ. അപ്പോൾ പുതിയ ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെയൊന്നുമല്ല ഇപ്പോൾ. ആദ്യം നമുക്കൊരു പബ്ലിക് ഏരിയയിൽ ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ആളുകളെ കിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റെ ലോക്കലൊരു കല്യാണത്തിനൊക്കെ പോയി, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാർ എനിക്ക് കിട്ടും. സുനിലെ ആ സ്റ്റോക്ക് നല്ലതാണോ? ഒത്തിരി ആളുകൾ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങി, നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങി. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതാണ്. പക്ഷേ ട്രേഡിംഗ് ആണ് ഇവരൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇത് ഭയങ്കര വലിയ ഡിസാസ്റ്ററാണ്. അപ്പോൾ പുതിയൊരു ട്രേഡറോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആദ്യം ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് ഗ്രാജുവലി നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ല ട്രേഡേഴ്സ് ആകാൻ പറ്റും. ടൈം കൊടുക്കുക, ഇവിടെ സർവൈവ് ചെയ്യുക. 1 വർഷമെങ്കിലും സർവൈവ് ചെയ്യുക. അതിനു മുൻപേ ട്രേഡ് ചെയ്തുള്ള ക്യാപിറ്റൽ തീർക്കാതിരിക്കുക, നിലനിൽക്കാൻ ശ്രമിക്കുക. ഉറപ്പാണ് മാർക്കറ്റ് നിങ്ങൾക്ക് സക്സസ് ചെയ്യും. ഞാൻ പറയുന്നത് നമ്മുടെ ഡെയിലി വരുന്ന പത്രത്തിൻ്റെ ആ ഒരു ബിസിനസ് കോളം പോലും വായിക്കാത്ത ആളുകൾ ആണ് നേരിട്ട് വന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആദ്യം അറ്റ്ലീസ്റ്റ് ആ ഒരു ബിസിനസ് കോളെങ്കിലും വായിച്ച് തുടങ്ങും, എന്നിട്ടാണ് നമ്മൾ ബാക്കി അപ്ഡേറ്റ്സ്. അതായത് ആദ്യം നമ്മൾ പാസീവായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുക, അതിനുശേഷം പതിയെ ഇത് ഫുൾ ടൈം ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ തന്നെ എൻ്റെ ഒരു അടുത്ത ഒരു ചിന്ത, ഇത് ഫുൾ ടൈം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കരിയറായിട്ട് സമൂഹം അംഗീകരിക്കുന്നുണ്ടോ ഇപ്പോൾ നിലവിൽ? അങ്ങനെ വെച്ച് ഞാൻ 2017 മുതൽ ഫുൾ ടൈം ട്രേഡറാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്ന് ഇൻ്റർപ്രറ്റ് പറയാൻ കാരണം, ഈ ഇപ്പോൾ എന്താ ചെയ്യുന്ന ട്രേഡിംഗ് ജോലി എന്ന് പറയുമ്പോൾ വേറെ ജോലി ഉണ്ടോ എന്നും കൂടി ആഡ് ഓൺ ചെയ്ത് ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ജോലി തന്നെയായിട്ട് തന്നെ അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം അല്ലേ? അല്ല, ഇനിയിപ്പോൾ എൻ്റെ കൺസെപ്റ്റ്, ഇനിയിപ്പോൾ ആരും അംഗീകരിച്ചില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ പരിപാടി അറിയാൻ പാടുള്ളൂ. നമ്മൾ ഈ പരിപാടി ചെയ്യും, നമ്മൾ ട്രേഡ് ചെയ്യും, മുന്നോട്ട് പോകും. മറ്റുള്ളവരുടെ കൺസേൺസ് ഞാൻ പൊതുവെ നോക്കാറില്ല. പിന്നെ അംഗീകരിക്കപ്പെടുമോ എന്നുള്ളൊരു ഇത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്കാണ്. നമ്മൾ ഓൾറെഡി ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ ആളുകളാണ്. നമുക്ക് ആ ഒരു കൺസേൺ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഫുൾ ടൈം ട്രേഡർ ആകണോ വേണ്ടിയോ എന്നുള്ള ഡിസിഷനാണ്. ഞാൻ വളരെ റോങ് ആയിട്ടുള്ള സമയത്ത് ഫുൾ ടൈം ട്രേഡർ ആയ ആളാണ്. ഒരു അടുപ്പിച്ച് 2 മാസം എൻ്റെ മന്ത്ലി സാലറിയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ജോലി കളഞ്ഞു. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു, എനിക്ക് 1 കൊല്ലം കൂടി വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഞാനിപ്പോൾ ഇന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡർ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഇൻകം വേണം. ട്രേഡിങ്ങിനെ പാസീവായിട്ട് കൊണ്ടുപോകാം. ട്രേഡിങ്ങിൽ നിന്നൊരു ഇൻകം കിട്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഫുൾ ടൈം ട്രേഡർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കില്ല. കൂടുതൽ പ്രഷർ നമുക്ക് വരും. അത് നമ്മുടെ ഇമോഷൻസിനെ എഫക്റ്റ് ചെയ്യും. ട്രേഡിങ് 90% ഇമോഷൻസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഇമോഷണലി നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു ഇൻകം ഉണ്ടെങ്കിൽ ആദ്യം ട്രേഡിങ്ങിനെ പാസീവ് ആക്കുക,
എന്നിട്ട് നമുക്കതിനെ ഫുൾ ടൈം ആക്കാം. പിന്നെ മറ്റുള്ളവരുടെ അംഗീകാരം, നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻകം വന്നു, നമ്മൾ സ്റ്റേബിളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. സക്സസ് ആകുന്ന വരെയാണ് നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരമുള്ളത്. നമ്മൾ ആസ് എ സക്സസ് ട്രേഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പ്രോബ്ലമായിട്ട് വരില്ല. ഈ സക്സസ് ആകുന്നതിന് മുമ്പ് എത്രയോ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ പുറമെ ആളുകൾ കാണുന്നത് വിജയിച്ച ദിവസങ്ങൾ മാത്രമാണ്. അതെ. അപ്പോൾ ഈ പുതിയ ആളുകൾ ഈ പഠനമൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരു ടെൻഡൻസി കൂടുതലുണ്ട്. അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് നിർത്തപ്പെടേണ്ട ഒന്നല്ലേ. അതായത് നമുക്ക് പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ട്രേഡിങ്ങിലേക്ക് വരേണ്ടത് അല്ലേ. എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലാ ഡിഗ്രി കോഴ്സുകളും പല കോളേജുകളും ഉച്ചവരെയൊക്കെ ഉള്ളൂ. എന്തുകൊണ്ടാണ്? പാർട്ട് ടൈം ജോബ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പഠനത്തിൻ്റെ കൂടെയും ഇത് പാർട്ട് ടൈമായിട്ട് ചെയ്യാം. ഓക്കെ, പഠിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ പഠനം ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത്? നമ്മളിങ്ങനെ പറയില്ലേ, മാർക്ക് സക്കംബർഗ് കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, ഇന്ന ആൾ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അത് വേറെ രീതിയിൽ അവർ ഇൻസ്പയർഡ് ആവാണ്. അതായത് 100-ൽ കോളേജ് ഡ്രോപ്പ് ഔട്ടായ 3 ആളെ സക്സസ് ആയിട്ടുള്ളൂ, ബാക്കി 97 ആൾക്കാരും പരാജയപ്പെട്ടു. അപ്പോൾ ഈ സ്പെഷ്യൽ കേസിന് എടുത്തിട്ട് പൊതുവൽക്കരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ കോളേജിൽ പോയതിൽ 90% ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. 10 ആളല്ലേ രക്ഷപ്പെടാതിരുന്നുള്ളൂ. ഒരു മിനിമം ക്വാളിറ്റി അവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് ക്ലാസ്സിൽ പോയി നല്ല രീതിയിൽ പഠിച്ച് നന്നായിട്ട് പാസ് ഔട്ട് ആവാം. പാരലായിട്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണ്ട, നിങ്ങൾക്ക് ട്രേഡർ ആവാം. അത് ആ സമയത്ത് നിങ്ങൾക്ക് ആലോചിക്കാം. അല്ലാതെ ട്രേഡർ ആകാൻ വേണ്ടി പഠനം നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പഠനത്തിന് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഈ ഗൾഫിലൊക്കെ ഉള്ള പാരൻസൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്, മകന് പഠിക്കണമെന്നാണ് ആഗ്രഹം, ട്രേഡിങ് പഠിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇവൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ? അപ്പോൾ ഡിഗ്രിക്ക് വലിയ താല്പര്യമില്ലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയും, ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ട്രേഡിങ്ങിലേക്ക് വന്നാൽ മതി. ഇതാണ് ഞാൻ പൊതുവെ കൊടുക്കുന്ന അഡ്വൈസ്. പക്ഷേ ഇപ്പോൾ നേരത്തെ സുനിൽ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ഇൻസ്റ്റഗ്രാം ആടുകളും അതല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടുകളും അവരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ്. ഇതൊന്ന് ആലോചിച്ച്, ഇവരെ ചൂഷണം ചെയ്യുന്ന, ഇത്തരത്തിലുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതായത് 6 മാസം കൊണ്ടും 1 കൊല്ലം കൊണ്ടും അവിടെ നിന്ന് പഠിക്കാം. അതായത് ഒരു കോളേജിൽ പഠിക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ ഫീസ് വാങ്ങി അവരെ ഒരു വർഷത്തേക്കൊക്കെ പഠിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ആഡാണ്, UK സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ പോകാന്ന്. UK അതായത് ഇപ്പം എല്ലാം UK പോകുന്ന ട്രെൻഡാണല്ലോ. അപ്പോൾ UK പോകുന്നു, UK സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നു, എന്നിട്ട് സക്സസ് ആകുകയാണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാം. കേൾക്കുമ്പോൾ UK പോകാൻ നിൽക്കുന്നൊരു കുട്ടിക്ക് ഓഹോ ഇങ്ങനെ ട്രേഡിംഗ് പഠിക്കാൻ പോവാം എന്ന് വിചാരിക്കും. ആക്ച്വലി അതിൻ്റെ പിന്നിൽ വലിയ ചതിയല്ലേ. നമുക്ക് ഓൾറെഡി അറിയാം ട്രേഡിങ്ങിൽ പഠിക്കുന്ന 10 ആളിൽ ഒരാളെ വിജയിക്കുമെന്ന് അറിയാം. അപ്പോൾ UK പോയിട്ട് അത്രയും വലിയ റിസ്ക് എടുക്കണം എന്തിനാ? നമുക്ക് നാട്ടിൽ നല്ലൊരു ജോലിയുടെ കൂടെ പാർട്ട് ടൈം ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ചിന്താഗതി വന്നിരുമ്പോൾ അവരെ ചൂഷണം ചെയ്യാനും ആളുകൾ ഇവിടെ റെഡി ആയിട്ട് വരും. അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക, കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. ട്രേഡിങ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഞാൻ പറയും 10 വയസ്സുള്ള കുട്ടിക്ക് മുതൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്, അത് കൊടുത്തിരിക്കണം. ട്രേഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ഓപ്ഷൻ, അത് അവൻ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പുതിയ ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അവർ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് ട്രേഡിങ്ങിനെ? ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ വിൻ ചെയ്യാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന മേജർ കാര്യം, നമുക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന വലിയ വലിയ പ്ലെയേഴ്സാണ്. നമുക്ക് അവരുണ്ടാക്കുന്ന മൂവ്മെൻറ്റിൽ ഒരു ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ പൊസിഷൻ സൈസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത്, ഫിക്സഡ് പ്രോഫിറ്റ് ഫിക്സഡ് ലോസ് സെറ്റ് ചെയ്ത്, റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കയറി ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റിസ്ക് റിവാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രാറ്റജിയുടെ വിന്നിങ് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സ്കില്ലും ഡിസിഷൻ മേക്കിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. സ്ട്രാറ്റജി ഇമ്പ്രൂവ് ചെയ്യുക, റിസ്ക് റിവാർഡ് ഇമ്പ്രൂവ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളെല്ലാവരും സക്സസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സിയാദിനെ ഏറ്റവും സ്പെഷ്യലായിട്ട് കാണുന്നൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും ഒരു ദിവസം പോലും തെറ്റാതെ ഇടാറുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ആ ഒരു സമയം നമുക്ക് തിരക്കുകൾ സ്വാഭാവികമായിട്ട്, ഞാനൊരു ഫാമിലി ഉണ്ട്, ആ ഫാമിലിയിൽ അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ആ ഒരു സമയമാകുമ്പോൾ നമ്മളെ കാണുന്ന കുറേ ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും.
ന്യൂസ് കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മളെ എത്ര തിരക്കുണ്ടെങ്കിൽ കൂടിയും അത് ചെയ്യാനായിട്ട് ഒരു പാഷൻ്റെ പുറത്ത് അതൊരു ചെയ്യുന്നതാണ്. ഭയങ്കര ഡെഡിക്കേഷൻ അല്ലേ, ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു അതിനെ. കാരണം അത് എന്നെ സാധിക്കില്ല. ഞാൻ ബേസിക്കലി ഒരു മടിയനായിട്ടുള്ള ഒരാളാണ്. പിന്നെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പാഷൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അസാധ്യമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ അല്ലേ. അതല്ല, അത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. സൂപ്പർ, വളരെ നന്ദി. അപ്പോൾ ഇത്ര നേരം എൻ്റെയും സുനിൽ മത്തായിയുടെയും സംഭാഷണം കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇതൊരു പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.